ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഇന്ത്യ പ്രോപ്പർട്ടീസ്. നിങ്ങൾ വളരെ കാലമായി നിങ്ങളുടെ വീട് വിൽക്കാൻ ശ്രമിച്ചിട്ടും വിൽപ്പനയാവാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ വീട് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. മേ ബി നിങ്ങൾ ഇഷ്ടപ്പെട്ടടിച്ചിരിക്കുന്ന കളറ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിലൊരു സീനുണ്ട്. മമ്മൂട്ടിയുടെ വീടിൻ്റെ പെയിൻറ്റ് അതിൻ്റെ ഹീറോയിൻ വന്ന് മാറ്റിയടിക്കുന്നതും മമ്മൂട്ടി തന്നെ അത് കണ്ട് വളരെ ഇമ്പ്രസ്സായി ആ എൻ്റെയർ വീടിൻ്റെ പെയിൻറ്റ് മാറ്റുന്നതിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അതുപോലെയാകാം നിങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലോണാണ്. നിങ്ങൾക്കറിയാം, പല വീട്ടിലും വേണ്ട രീതിയിലുള്ള ലോണൊന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് വിൽക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീടിനും അങ്ങനെ നല്ലൊരു ലോൺ ഏരിയ ഉണ്ടാകണം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് അത് വരുമ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ വരുന്ന ക്ലയൻറ്റ് അതിൽ ഇമ്പ്രസ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നല്ലൊരു ലോൺ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു ലാൻഡ്സ്കേപ്പറെ സമീപിച്ച് കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ ലോൺ ഏരിയ ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വേറെ കാര്യമാണ് ഇൻറ്റീരിയർ, അതായത് മേ ബി കർട്ടനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് ആ പെയിൻറ്റിങ്ങിനും മറ്റും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതും ഒന്ന് മാറ്റി പുതിയതാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ആ വീട്ടിൽ നിങ്ങൾ ഫർണിച്ചറൊന്നും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവിടെ നിന്നും ആ ഫർണിച്ചറെല്ലാം മാറ്റിയതിന് ശേഷം വേണ്ടി മാത്രമേ നിങ്ങളൊരു ക്ലയൻറ്റിനെ വ്യൂയിങ്ങിന് വേണ്ടി ക്ഷണിക്കാവൂ. കാരണം ഒരുപാട് ഫർണിച്ചറെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്പേസ് ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പം ആ വരുന്ന ക്ലയൻറ്റിന് അവരുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനുകളുണ്ട് അവിടെ ഫിക്സ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും അവരുടെ മനസ്സിലേക്ക് വരത്തില്ല. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഫർണിച്ചേഴ്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലയൻറ്റിനെ വ്യൂയിങ്ങിന് വേണ്ടി വരുത്താവൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ഡെവലപ്പറെയോ നല്ലൊരു ആർക്കിടെക്ടറെ കിട്ടുകയാണെങ്കിൽ അവർ നിങ്ങളെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ മേ ബി നിങ്ങൾ പ്രോപ്പർട്ടി സെല് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ഇതിലാകാം. അപ്പോൾ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ ഈ പ്രോപ്പർട്ടി സെല് ചെയ്യാനും എത്രയും പെട്ടെന്ന് സെല്ലാവുകയും ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നഷ്ടമാകുമെന്ന് കരുതി ഇരിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വീട് സെല്ലാകാൻ പറ്റാത്തെന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വീട് ഈസി ആയിട്ട് സെല്ലായി പോകുന്നതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.